നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് തന്നിട്ട് പോയ സ്വത്താണത്. ആ സ്വത്ത് ഒരാൾക്കും, മക്കളോട് ഞാൻ പറയാം, നിങ്ങളുടെ പഠിത്തത്തിനും നിങ്ങളുടെ കാര്യങ്ങൾക്കും അല്ലാതെ നിങ്ങൾ നല്ല വീട് വെച്ച് വൃത്തിയായിട്ട് താമസിച്ചോ, പക്ഷെ ഒരു പൈസ ബന്ധുക്കൾ ഇന്ന് മൂലം വരും, സഹായം ചോദിച്ച ആൾക്കാർ, ലോട്ടറി അടിച്ചവൻ പേര് വെളി പറയാതെ തലയും തൊടിയിട്ട് നടക്കുന്ന നാടാണ് കേരളം. അതുകൊണ്ട് ഒരാളോടും പറയണ്ട. ഇത് ഞാൻ പറയുന്നു, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ തന്നിട്ട് പോയതാണ് മക്കളെ. ഇതിൽ നിന്ന് ഒരു പൈസ ദുരുപയോഗം ചെയ്തത്. ഇതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടണം. നിങ്ങളുടെ ഈ മോള് പഠിക്കണം, 2 പിള്ളേരും പഠിച്ച് മിടുക്കരാവണം, വിവാഹം കഴിപ്പിച്ച് വിടണം, എല്ലാം നമുക്ക് ചെയ്യണം. അതുകൊണ്ട് വളരെ ഞാൻ എൻ്റെ സഹോദരിയോട് ഞാൻ പറയുകയാണ്, ആര് വന്ന് നിർബന്ധിച്ചാലും, നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞു, ആ മന്ത്രി പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു, ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന ശാപം ഞാൻ ഏറ്റുവാങ്ങിക്കോളാം, നിങ്ങൾ ഏറ്റുവാങ്ങണ്ട. അവർ ശപിച്ചിട്ട് പോയാലും ഞാൻ എടുത്തോളാം, നിങ്ങൾ പേടിക്കണ്ട. ആ അധ്വാനിക്കുന്നവർക്ക് ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കണം എന്ന് ഞാൻ സ്വപ്നം കണ്ട ആളാണ്. എനിക്ക് മുമ്പ് നാളിലൊന്നും സ്വപ്നം കണ്ടില്ല. എൻ്റെ അച്ഛനൊരു തൊഴിലാളി നേതാവായിരുന്നു. KSRTC ജീവനക്കാർക്ക് 31-ാം തീയതി ശമ്പളം കൊടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ KSRTC ഏറ്റവും വലിയ സംഘടനയായ ഡ്രൈവേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു അനേക വർഷം. അന്നാണ് KSRTC ജീവനക്കാർക്ക് 31-ാം തീയതി ശമ്പളം. അതിനുശേഷം വീണ്ടും മകൻ വന്നപ്പോഴാണ് 31-ാം തീയതി ശമ്പളം കൊടുത്തത്. അതിലെനിക്ക് അഭിമാനമുണ്ട്, ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ഞാൻ അത് കണ്ട് കശുവണ്ടി തൊഴിലാളിക്ക് വേണ്ടി സമരം ചെയ്ത് കൊല്ലത്തും കൊട്ടാരക്കരയിലും നിരാഹാരം കിടക്കുന്ന ബാലകൃഷ്ണപിള്ളയെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്. ഇന്ന് അഭിമാനത്തോടെ പറയാം, ഇന്ത്യയിൽ പ്രവർത്തന ലാഭത്തിൽ ഓടുന്ന ഒരേ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണ്. അതിൽ നിങ്ങൾ ഓരോരുത്തരും അഭിമാനം കൊള്ളണം. അനേകം ജീവനക്കാർ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം എപ്പോഴും വളരെ വേഗത്തിൽ യാത്ര ചെയ്യുന്ന വാഹനം, അപകടം, ആക്സിഡന്റ് ഏത് സമയവും കടന്നു വരാം എന്ന് നമുക്കറിയാം. അതിൽ അനേകം ജീവനക്കാർ KSRTC ചരിത്രത്തിൽ മരണപ്പെട്ടു പോയി. പക്ഷെ ആ ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് ഈ കുടുംബത്തിന് നമുക്ക് 1 കോടി രൂപയുടെ സഹായം നൽകാൻ കഴിയുമെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് ഈ കുടുംബത്തിന് നൽകിക്കഴിഞ്ഞു എന്ന സന്തോഷം ഞാൻ പറയുന്നു. ഞാൻ ശ്രീമതി ഷീജയോട് ചോദിച്ചു, നമ്മുടെ ഈ ചടങ്ങ് ഇപ്പം നടത്തുന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ആ കുടുംബത്തിൻ്റെ അവരുടെ അക്കൗണ്ടിലേക്ക് 1 കോടി രൂപ ഈ സമയത്ത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഏറ്റവും നമുക്കൊരു മനസ്സംതൃപ്തിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആ കുടുംബത്തിന് ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കേരളത്തിലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഏത് ഉദ്യോഗസ്ഥർക്കാണ് മരണപ്പെട്ടാൽ 1 കോടി രൂപ ലഭിക്കുന്നത്? KSRTCയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ചൊരു കാലഘട്ടമാണ്. ഇപ്പോൾ പുതിയ ഈ KSRTC ഒന്ന് പച്ച പിടിച്ചു തുടങ്ങിയതിന് ശേഷം വിമർശനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. പക്ഷെ ജീവനക്കാർക്ക് വലിയ ആനുകൂല്യമൊന്നും വർദ്ധിച്ചു കൊടുക്കാൻ സർക്കാരിൻ്റെ KSRTC ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ കഴിയില്ല. ഞാനുള്ള കാര്യം തുറന്നു പറയാം. കൃത്യമായി നിങ്ങൾക്ക് ശമ്പളം തരാനും അത് കൃത്യമായ ഡേറ്റിൽ ഒരുമിച്ച് നൽകാനും ഒക്കെ സർക്കാർ പരമാവധി ശ്രമിച്ചു. അതിനൊക്കെ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളും ഒരുപാട് പ്രയാസങ്ങളും നമ്മൾ അനുഭവിച്ചു. 100 കോടി രൂപ, എന്നാണ്ട് 150 കോടി രൂപ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. അതിൽ 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തത് നിങ്ങൾക്ക് ശമ്പളം തരാൻ വേണ്ടി മാത്രം. രാഷ്ട്രീയമായി എന്നോട് എതിർപ്പുള്ളവർ, ഈ സർക്കാരിനോട് എതിർപ്പുള്ളവർ, അത് തന്നൂടെ ഇത് തന്നൂടെ എന്നൊക്കെ ചോദിക്കുകയും ഗംഭീരമായ ഇത് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ചൊരു ഗംഭീരമായ ലേഖനങ്ങൾ. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും പിന്നെ ആശുപത്രിയിൽ പോയി കണ്ടാൽ മതി. രോഗി വെള്ളത്തിൽ കിടക്കുന്ന ആളിനെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചാൽ പിന്നെ ആശുപത്രിയിൽ പോയി കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചില ലേഖനങ്ങളൊക്കെ ചില എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുക. ഇതിപ്പോൾ അത്ര ശരിയല്ല എന്ന് 5 കൊല്ലം ഇതിനെ നയിച്ചൊരു ഉദ്യോഗസ്ഥൻ ഈയൊരു ഒരു ലേഖനം എവിടെ എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് വായിക്കാറില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല, പറഞ്ഞു കേട്ടതാണ്. 5 കൊല്ലം കയ്യിലിരുന്നിട്ട് ഇവിടുത്തെ ജീവനക്കാരെ അടിമകളാക്കുകയും അവൻ്റെ ശമ്പളം 16ആയി മുറിക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇതത്ര നന്നായിട്ടില്ല എന്ന് പറയുന്നത്. ഒന്നുമില്ലേലും ജീവനക്കാർ ശമ്പളം വാങ്ങുന്നുണ്ട്, വണ്ടിയിൽ നല്ല കളക്ഷനുണ്ട്, നാട്ടുകാർക്ക് ഏതായാലും വണ്ടി നിർത്തുന്നുണ്ട്, കയറ്റുന്നുണ്ട്, നന്നായി അന്തസ്സായി പെരുമാറുന്നുണ്ട് എന്ന ഒരു അഭിപ്രായം നാട്ടുകാർക്കുണ്ട്. ഇവരുടെ ഒന്നും അഭിപ്രായങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇതിലത് ഞാൻ പണ്ടും പറയുന്നത് യജമാനൻ എന്ന് പറയുന്ന യാത്രക്കാരൻ. ആ യജമാനായ യാത്രക്കാർക്ക് KSRTC ജീവനക്കാരെ പറ്റി നല്ല അഭിപ്രായമുണ്ട്. ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവില്ല, എല്ലാവരും ഒരേ ആൾക്കാരല്ലല്ലോ. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ജീവനക്കാരുടെയും പെരുമാറ്റത്തിൽ, ഇടപാടുകളിൽ, KSRTCയുടെ ഡിജിറ്റലൈസേഷനിലൂടെ വന്ന മാറ്റങ്ങൾ, ചില്ലറ കൊടുക്കാതെ ഉള്ള പ്രശ്നങ്ങൾ ഒഴിവായി കാർഡ് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ വന്ന വലിയ മാറ്റം ഏതാണ്ട് കൃത്യമായി ട്രാഫിക്കിന്റെ ഒരു പ്രശ്നം ഒഴിച്ചാൽ വണ്ടികൾ കൃത്യമായി വരികയും ക്യാൻസലേഷൻ ഒഴിവാകുകയും വണ്ടികൾ കൃത്യമായി എത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സംതൃപ്തി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. KSRTC 13 കോടി 2 ലക്ഷം രൂപ കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്നത്. മാധ്യമങ്ങൾ സ്നേഹത്തോടെയാണ് അതിനെ സമീപിക്കുന്നത്. പക്ഷേ അപ്പോഴും കൊതുകിനെ കൗതുകം ചോര തന്നെ എന്ന് പറഞ്ഞ ചില ആളുകൾ ഇങ്ങനെ കുത്തുവർത്താൻ
അത് ഈ മരുമോൾ എന്ത് ചെയ്താലും അമ്മായിയമ്മ കുത്തുവർത്താനം പറയുമല്ലോ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ കുത്തുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പറഞ്ഞത് 5 കൊല്ലം നിങ്ങളെയൊക്കെ അടിമയായി സൂക്ഷിച്ച്, ശമ്പളം തരാതെ, അടിമത്വം അടിച്ചേൽപ്പിച്ച്, ബലം പ്രയോഗിച്ച്, ശകാരിച്ച്, പണിഷ് ചെയ്ത് 300 കോടി രൂപ കണ്ടില്ല, 100 കോടി കാണാനില്ല എന്നൊക്കെ പത്രത്തിൽ വാർത്ത കൊടുത്തു. ഇതിലെന്തിയാ 100 കോടി രൂപ? ആരാ 100 കോടി രൂപ പോയി? KSRTC 100 രൂപ 100 കോടി കാണാനില്ല എന്ന് പത്രത്തിൽ കൊടുത്ത ആളുകൾ ഇപ്പോൾ പറയുന്നു ഇത് 17,000 കോടിയുടെ നഷ്ടത്തിലാണ്. ശരിയാണ്. ഈ സർക്കാർ, ഇന്നത്തെ ഗവർണറുടെ പ്രസംഗം നിങ്ങൾ നിയമസഭയിൽ കേട്ടിട്ടുണ്ട്. ഈ സർക്കാർ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ KSRTC നൽകിയിട്ടുള്ളത് 1,300 കോടി, ചരിത്രത്തിൽ ആരും നൽകിയിട്ടില്ല. 13,000 കോടി രൂപ. 13,000 കോടി രൂപയാണ് ഇടതുമുന്നണി സർക്കാർ, സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുമുന്നണി സർക്കാർ കഴിഞ്ഞ 8 വർഷം കൊണ്ട് KSRTCയുടെ നിലനിൽപ്പിന് വേണ്ടിയും KSRTC നിലനിർത്താനും വേണ്ടി കൊടുത്തത് കറക്റ്റായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഇത് മെച്ചപ്പെട്ടേ. ഇപ്പൊ കൃത്യമായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ എന്താ സ്ഥിതി? നമുക്ക് വേറൊരു അപകടമുണ്ട്. ഈ മാസം ശമ്പളം കൊടുക്കാൻ 20 കോടി വരാനുണ്ട്, കഴിഞ്ഞ മാസം പൈസ തരാനുണ്ട്. അത് തരാൻ വേണ്ടി കത്തെഴുതുമ്പോൾ ഷാജിയെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ എവിടെന്നെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. തന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് തന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം കഴിഞ്ഞ 9 വർഷമായിട്ട് വേണം. അതിന് ധനകാര്യ വകുപ്പുള്ളവർക്ക് അറിഞ്ഞിടാത്തുണ്ടല്ലോ. എല്ലാ മാസവും തരേണ്ടതാണ് ഈ 50 കോടി എന്ന് അറിഞ്ഞിടാത്തുണ്ടല്ലോ. ഈ മാസം ചെന്നപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ പുറത്ത് കളക്ഷൻ ഉണ്ട്. നമ്മുടെ കളക്ഷൻ വർദ്ധിച്ചു, ആളുകളുടെ യാത്രക്കാരുടെ എണ്ണം കൂടി, അപ്പോൾ നമ്മുടെ നഷ്ടം കുറഞ്ഞു വരികയാണ്. ഇത് ഇന്നത്തെ നഷ്ടമാണോ? 10-60 കൊല്ലമായി കുമിഞ്ഞുകൂടിയ ഒരു നഷ്ടം. ആ നഷ്ടം ഒരു ദിവസം രാവിലെ ഗണേഷ് കുമാർ വിചാരിച്ചാലോ പ്രമോദ് ശങ്കർ വിചാരിച്ചാലോ ഒന്നും ശരിയാവില്ല. നഷ്ടം കുറച്ചുകൊണ്ടുവന്ന് കുറച്ച് പ്രവർത്തന ലാഭത്തിൽ, ഇന്ന് അഭിമാനത്തോടെ പറയാം, ഇന്ത്യയിൽ പ്രവർത്തന ലാഭത്തിൽ ഓടുന്ന ഒരേ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണ്. അതിൽ നിങ്ങൾ ഓരോരുത്തരും അഭിമാനം കൊള്ളണം. ഇത് വലിയ കഷ്ടപ്പാടിന്റെ റിസൾട്ടാണ്. ഈ ഓഫീസുകൾ കാണുന്ന ഡിജിറ്റൽ റൂമുകളും ഡിജിറ്റൽ കൺട്രോൾ റൂമും എല്ലാം കൊണ്ടുവന്ന് കേരളത്തിലെ ഡിജിറ്റലൈസേഷനിൽ നമ്പർ 1 ആയി ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചാണ്. ഇന്ത്യയിലെ മാത്രമല്ല, ഡിജിറ്റലൈസേഷനിൽ മറ്റ് സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനേക്കാൾ, കേരളത്തിലെ ഏത് ഡിപ്പാർട്ട്മെന്റിനേക്കാൾ ടോട്ടൽ ഡിജിറ്റലൈസേഷനിൽ മൂവ് ചെയ്ത ഒരേ ഒരു സ്ഥാപനം KSRTC ആണ്. ഇനി ആകെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും BTC ഇത് രണ്ടും മാത്രമേ ഇനി സോഫ്റ്റ്വെയറിലേക്ക് മാറാനുള്ളൂ. ബാക്കിയെല്ലാം മാറി കഴിഞ്ഞു. നമ്മൾ തന്നെ വാങ്ങിയതും നമ്മൾ തന്നെ ഉണ്ടാക്കിയതും നല്ല സോഫ്റ്റ്വെയറിലേക്കാണ് മാറുന്നത്. ഇപ്പൊ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ഒരു എഗ്രിമെന്റിൽ എത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും കാലം ഇവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉണ്ടായിരുന്നു, ഇവിടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഭരണാധികാരി ഉണ്ടായിരുന്നു. കേരളം മുഴുവൻ പല വിലയ്ക്കാണ് ഡീസൽ തന്നിരുന്നത്. പുതിയ എഗ്രിമെന്റ് അനുസരിച്ച് KSRTCക്ക് 45 ദിവസത്തെ ക്രെഡിറ്റും, നിങ്ങൾ മനസ്സിലാക്കിയോ? ഗണേഷ് കുമാർ ചുമ്മാ ഇരുന്ന് അവിടെ ചൊറിയും കുത്തിയിരിക്കുന്നില്ല. 45 ദിവസത്തെ ക്രെഡിറ്റും 173 കോടി രൂപ കൊടുക്കാനുള്ളത് 94 കോടി രൂപ അല്ലേ? 94 കോടി രൂപയായി വെട്ടിക്കുറച്ച് പലിശയും കൂട്ടുപലിശയും എഴുതി തള്ളി 3 രൂപ 10 പൈസ ഒരു ലിറ്ററിന്റെ പുറത്ത് ഡീസലിന് വില കുറച്ച് KSRTC ലഭിക്കാൻ പോവുകയാണ് എന്ന് ജീവനക്കാർ മനസ്സിലാക്കണം. ചുമ്മാ ഇരുന്ന് യൊറിയൊന്നുമല്ല, പറഞ്ഞു വാങ്ങി. മാത്രമല്ല, KSRTC സ്വന്തമായ ആശുപത്രി തുടങ്ങാൻ 1 കോടി രൂപ അല്ലേ, അവര് 5 ഡയാലിസിസ് മെഷീൻ അടക്കം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നമുക്ക് CSR ഫണ്ട് തരികയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും നമുക്ക് CSR ഫണ്ട് തരണം. അതിലേക്ക് ഞാൻ വരിക. അതാണ് അവര് they will also give CSR fund for us to build up our hospital. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് KSRTC ജീവനക്കാർക്ക് വേണ്ടി മാത്രമല്ല. നമുക്കറിയാം, മണക്കാട് തൊട്ട് നോക്കിയാൽ ഇങ്ങോട്ട് ഈ പ്രദേശമൊക്കെ കിഴക്കേക്കോട്ട ഈ ഭാഗത്തെല്ലാം ഒരുപാട് പാവപ്പെട്ടവർ താമസിക്കുന്നുണ്ട്. അതിലെ ഡയാലിസിസ് രോഗികൾക്ക് കോസ്റ്റ് പ്രൈസിൽ നമ്മൾ ഡയാലിസിസ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഡോക്ടറുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നെഫ്രോളജിസ്റ്റ് ആഴ്ചയിൽ 3 ദിവസം നമ്മുടെ ആശുപത്രിയിൽ വന്ന് അവിടെ വരുന്ന രോഗികളെ പരിശോധിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് സൗജന്യമായി ഡോക്ടറെ നൽകാം എന്ന് നിംസ് ഹോസ്പിറ്റലിൽ എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നല്ല കാര്യങ്ങളല്ലേ? നിങ്ങൾ ആലോചിക്കും, നമുക്ക് സ്വന്തമായി ആശുപത്രി, മരുന്ന് സ്ഥിരമായി വാങ്ങുന്നവരല്ലേ, എല്ലാ മരുന്നുകളും കിട്ടുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങും. ഒരു 10-15% മാത്രമേ പ്രോഫിറ്റ് എടുക്കുള്ളൂ. 40%-50% മരുന്നിന് പ്രോഫിറ്റ് ഉണ്ട്. അത് വെട്ടിക്കുറച്ചുകൊണ്ട് ലാഭമില്ലാതെ തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 10% അല്ലെങ്കിൽ 15% വെച്ച് മരുന്നിന് ഒരു മാർജിൻ ഫിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മരുന്ന് വില കുറച്ച് നമ്മുടെ ഫാർമസിയിൽ നിന്ന് തരും. ഇപ്പൊ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പരിശോധന ഇതേ വേദിയിൽ വെച്ച് ഞാൻ അന്ന് പറഞ്ഞാണ്. ക്യാൻസർ രോഗവുമായി ബന്ധം അതില് 2-3 പേരെ മാത്രമാണ് നമുക്ക് സ്ത്രീകളിൽ നിന്നും ക്യാൻസർ രോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. അവരെ ചികിത്സ നമ്മൾ നടത്തിക്കും, അവരെ അതിൽ നിന്ന് രക്ഷിക്കും. അതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. ഒരു ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാം അന്ന് ഞാൻ സൂചിപ്പിച്ചു. അതുമായി മുന്നോട്ട് പോകണം. കാരണം ഉദാഹരണത്തിന് ഇതുപോലൊരു അസുഖം വന്നാൽ, ഒരു ക്യാൻസർ രോഗം ഒരാൾ പിടിപെട്ടു, ഇൻഷുറൻസിൽ നിന്ന് പണം കിട്ടുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഇൻഷുറൻസിലേക്ക് ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ
ആ ഇൻഷുറൻസിന് പണം കിട്ടുന്നതിനേക്കാൾ നല്ലത് അവരെ ഒന്ന് സഹായിക്കാൻ, പെട്ടെന്നൊന്ന് സഹായിക്കാൻ നമുക്ക് ഒരു നിധി വേണം. KSRTC ജീവനക്കാർക്കും ഒരു നിധി വേണം. അതിന് ഞാൻ പറയുന്നത് ഒരു മാസം 50 രൂപ നിങ്ങളെല്ലാവരും ഗൂഗിൾ പേ ചെയ്യുക. ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ, നിയമപരമായ കാര്യങ്ങൾ പഠിച്ച് ഒരു ചാരിറ്റബിൾ അക്കൗണ്ട് പ്രത്യേകമായി സൂക്ഷിക്കത്തക്കതിൽ ഉണ്ടാക്കാൻ വേണ്ടി KSRTC CMDക്ക് ഞാൻ നിർദ്ദേശം കൊടുക്കും. ഞാനടക്കം 50 രൂപ അതിലേക്ക് ഒരു മാസം ഗൂഗിൾ പേ ചെയ്യണം. നമ്മൾ കൊടുക്കാൻ പൊതുവായിട്ട് നമ്മൾ വെറുതെ ആട്ടോറിക്ഷയ്ക്ക് കൊടുക്കുന്ന പൈസ എന്ന് കൂട്ടിയാൽ 50 രൂപ നമ്മൾ കൊടുക്കുകയാണ്. അതിന് ടിക്കറ്റ് എടുക്കാൻ, ഒരു ബസ് യാത്രയിൽ ടിക്കറ്റ് എടുക്കാൻ ഉപയോഗിക്കും. നിങ്ങൾക്ക് പാസ്സാണ്. ഒരു ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾ സാധാരണക്കാരെ പോലെ കൊടുക്കുന്ന ഒരു 50 രൂപ ഒരു മാസം സ്വന്തം എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും മറ്റുള്ളവർക്കും വേണ്ടി KSRTC ജീവനക്കാർ സംഭാവന ചെയ്യും. എൻ്റെ ഒരു ആശയമാണ്. ഞാൻ അന്നും പറഞ്ഞു, ഇപ്പോൾ പറയാം. അതുകൂടാതെ എൻ്റെ പരിചയത്തിലുള്ള പല ആളുകളോടും, വലിയ വലിയ ആളുകൾ, വലിയ വലിയ കമ്പനികളുണ്ട്, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ CSR ഫണ്ട് നിക്ഷേപിക്കാൻ അവർ തയ്യാറാണ്. അങ്ങനെ വലിയൊരു തുക സമാഹരിച്ച് നമ്മൾ വയ്ക്കും. അതിൽ നിന്നും വളരെ ബുദ്ധിമുട്ടുന്ന ജീവനക്കാർക്ക് പെട്ടെന്നുള്ള ചികിത്സാ സഹായത്തിനുള്ള സൗകര്യം എത്തിക്കും. ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ നമുക്ക് കഴിയും. ഇപ്പൊ ഇൻഷുറൻസുകാർ എടുക്കുമ്പോൾ ക്യാൻസർ രോഗം ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ കിഡ്നിക്ക് തകരാറുള്ള ആൾക്ക് ഇൻഷുറൻസ് കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫണ്ട്. ഇതിന്റെ ഒരു 10-25% പബ്ലിക് ചാരിറ്റിക്ക്, ഏറ്റവും ദരിദ്രരായ ആൾക്കാർ നമ്മുടെ ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ, ഭാവിയിൽ ജീവനക്കാർക്കും എല്ലാം ഫ്രീ ആയി ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ ഈ ഹോസ്പിറ്റലിനെ മാറ്റണം. അതിനാണ് ഞാൻ സഹായം ചോദിക്കുന്നത്. നിങ്ങൾ സഹായിക്കുമെന്ന് എനിക്കറിയാം, എല്ലാവരും സഹായിക്കും. കൃത്യമായി നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ 50 രൂപ ഒരു മാസം ഒരു നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. 42 പേരാണ് ഈ ഒരു ഇൻഷുറൻസ് വന്നതിന് ശേഷം മരിച്ചിട്ടുള്ളത്. അതിൽ ആക്സിഡന്റ് ഡെത്ത് ഉണ്ടായത് ശ്രീ സുജാതന് മാത്രമാണ്. അപ്പോൾ അല്ലേ, ബാക്കിയെല്ലാം 3 ആക്സിഡന്റ് ഡെത്തും ഉണ്ട്. ആക്സിഡന്റ് ഡെത്ത് വന്നവർക്കെല്ലാം 1 കോടി രൂപ കിട്ടും. പിന്നെ ഇവിടെയുള്ള ഗുണം വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്ക്, ഒന്ന് ആദിത്യനും ആര്യൻ അല്ലേ, മോള് ഡിഗ്രിക്ക് പഠിക്കുന്നു, ഡിഗ്രിക്ക്, മോനെ +2 പഠിക്കുന്നു. ഇവർ 2 പേർക്കും പഠിക്കാൻ 5 ലക്ഷം രൂപ വെച്ച് കിട്ടും. ഈ മകളെ കല്യാണം കഴിപ്പിക്കാൻ ഈ ഇൻഷുറൻസ് പ്രകാരം ഈ 1 കോടി രൂപ 5 ലക്ഷം രൂപ കിട്ടും. 2 പെൺമക്കളാണെങ്കിൽ 5 10 രൂപ കിട്ടും. ഇതെല്ലാം ഈ കുടുംബത്തിന് കിട്ടും. 1 കോടി രൂപ ഈ സാധാരണക്കാരെ ഒരു ജീവനക്കാരൻ, ഞാൻ നിങ്ങൾ KSRTC ജീവനക്കാരും ഉദ്യോഗസ്ഥരും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചാൽ 1 കോടി രൂപ കിട്ടും. ഈ ഡ്രൈവറെ കുടുംബത്തിന് വേർപെട്ട് പോയെങ്കിലും ആ കുടുംബത്തിന് ഇനി സുരക്ഷിതമായി ജീവിക്കാം. ഈ പണം നിങ്ങൾ വളരെ സൂക്ഷിച്ച് ചെലവാണ്. ഇതിന് ഇൻകം ടാക്സ് ഇല്ല എന്ന് ഞാൻ പറയുന്നത്. ലോട്ടറി അടിച്ചാൽ 36% ഇൻകം ടാക്സ് കൊണ്ടു. ഇത് ഇൻഷുറൻസ് അല്ല. ഇൻഷുറൻസ് കിട്ടിയത് കൊണ്ട് ഇതിന് ഇൻകം ടാക്സ് ഇല്ല. ഈ 1 കോടി രൂപയും ഈ സഹോദരിയുടെ കയ്യിലിരിക്കും. നാട്ടുകാരടുത്ത് കൂടും, ബന്ധുക്കളടുത്ത് കൂടും. കൊടുക്കരുത്. നമുക്കൊരു കാറ് വാങ്ങിക്കാം, വീടൊന്ന് പണിയാം എന്നൊക്കെ പറഞ്ഞു വരും. ഇച്ചിരി കടം താ, നിനക്ക് ഇരിക്കുമില്ല, നിനക്ക് എന്തിനാ ഞാനങ്ങ് ഒരാൾക്കും കടം കൊടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളീ 2 മക്കൾക്ക് മറ്റേ അല്ലാതെ ഒരാൾക്ക് ഇതിന് 5 പൈസ കൊടുക്കരുതെന്ന് ദുഷ്ടത്തരം വന്നു വേണമെങ്കിൽ കൂട്ടിക്കോ. ഞാൻ പറഞ്ഞു കൊടുക്കരുത്. കൊടുത്താൽ മണ്ടത്തരം. ഇത് നിങ്ങളെ കുടുംബത്തിന്റെ നാഥൻ നഷ്ടപ്പെട്ടതാണ്. ആ നഷ്ടപ്പെട്ട ആളിനെ ആത്മാവ് നൽകിയൊരു സഹായമായിട്ട് നിങ്ങൾ കാണും. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് തന്നിട്ട് പോയ സ്വത്താണത്. ആ സ്വത്ത് ഒരാൾക്കും, മക്കളോട് ഞാൻ പറയാം, നിങ്ങളുടെ പഠിത്തത്തിനും നിങ്ങളുടെ കാര്യങ്ങൾക്കും അല്ലാതെ നിങ്ങൾ നല്ല വീട് വെച്ച് വൃത്തിയായിട്ട് താമസിച്ചോ, പക്ഷെ 1 പൈസ ബന്ധുക്കൾ ഇന്ന് മുതൽ വരും. സഹായം ചോദിച്ച ആൾക്കാർ, ലോട്ടറി അടിച്ചവൻ പേര് വെളി പറയാതെ തലയും തൊടിയിട്ട് നടക്കുന്ന നാടാണ് കേരളം. അതുകൊണ്ട് ഒരാളോടും പറയണ്ട. ഇത് ഞാൻ പറയുന്നു, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ തന്നിട്ട് പോയതാണ് മക്കളെ. ഇതിൽ നിന്ന് 1 പൈസ ദുരുപയോഗം ചെയ്തത്. ഇതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടണം. നിങ്ങളുടെ ഈ മോള് പഠിക്കണം, 2 പിള്ളേരും പഠിച്ച് മിടുക്കരാവണം, വിവാഹം കഴിപ്പിച്ചു വിടണം, എല്ലാം നമുക്ക് ചെയ്യണം. അതുകൊണ്ട് വളരെ ഞാൻ എൻ്റെ സഹോദരിയോട് ഞാൻ പറയുകയാണ്, ആര് വന്ന് നിർബന്ധിച്ചാൽ, നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞു, ആ മന്ത്രി പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു, ഞാൻ തരത്തേക്കെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന ശാപം ഞാൻ ഏറ്റുവാങ്ങിക്കോളാം, നിങ്ങൾ ഏറ്റുവാങ്ങണ്ട. അവർ ശപിച്ചിട്ട് പോയാലും ഞാൻ എടുത്തോളാം, നിങ്ങൾ പേടിക്കണ്ട. ഏതാ അതിനെ ശപിച്ചു കളയും. നിനക്കില്ലയോടി, നിനക്ക് എന്തിനാടി ഇത്രയും പൈസ വേണം? മനുഷ്യനാണ്. നിങ്ങളുടെ ഭർത്താവ് വളരെ അകാലത്തിൽ നമ്മളെ പിരിഞ്ഞു പോയപ്പോൾ അദ്ദേഹം തന്നിട്ട് പോയ ഒരു സമ്പാദ്യം, ജീവിത സമ്പാദ്യമായി നിങ്ങൾ തന്നെ കാണണം. ഞാൻ വളരെ പ്രായോഗികമായിട്ട് പറയുന്ന ആളാണ്. സ്നേഹമൊക്കെ ശരിയാ, നമ്മൾ ചാരിറ്റിയൊക്കെ ചെയ്യണം. നിങ്ങൾ ചാരിറ്റി ചെയ്യാൻ പറ്റിയ പരുവത്തിലല്ല, നിങ്ങൾക്ക് തന്നതാണ് ദൈവം. അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക, നന്നായി പഠിക്കുക, നല്ല മിടുക്കരായി വരിക കുഞ്ഞുങ്ങൾ. ഇത് ആർക്കും ഇങ്ങനെ അപകടം വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ 3 പേര് കൂടി മരിച്ചിട്ടുണ്ട്, അവർക്കും ഇത് കിട്ടും. ബാക്കി 43 പേര്, 40 പേർക്ക് 6 ലക്ഷം രൂപ വെച്ച് കിട്ടും. ഇത് പറയുമ്പോൾ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പരാതി പറയുന്നത്, ഇത് ട്രെയിൻ തട്ടിയത് കൊണ്ടാണ്, ട്രെയിനിൽ നിന്ന് വീണത് കൊണ്ടാണ് ഒരു വലിയ താമസം വന്നത്. അവിടെ ഒരുപാട് പ്രൊസീഡിയർ ഭയങ്കര പ്രശ്നമായിരുന്നു, അവരെ കൊണ്ട് എഴുതി വാങ്ങിക്കാൻ വലിയ പാടായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് പറയാനുള്ളത്, ഇത് കുറച്ചുകൂടി യു സ്പീഡ് അപ്പ് ഓൾ ദിസ് പ്രോസസ്. ദിസ് പ്രോസസ് ഇസ് വെരി ഡിലേയിങ് പ്രോസസ്, വെരി മച്ച് ഡിലേഡ്. ദാറ്റ് ഈസ് നോട്ട് ഫെയർ. ഞാൻ അതിലൊരു സംതൃപ്തനല്ല. അങ്ങനെ ഒരു ഡിലേ വന്നത് കൊണ്ടാണ് ഞാൻ യൂണിയൻ ബാങ്കിനോട് ഇതിൽ പ്രവേശിച്ചോളാൻ പറഞ്ഞത്.
അവരുടെ ഓഫർ 1,15,00,000 രൂപ. മാത്രമല്ല നിങ്ങൾ 10,000 രൂപ ഒരു വർഷം അടച്ചാൽ, ഇതിപ്പോൾ 2,500 രൂപ അടച്ചാൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം മുതൽ 30 ലക്ഷം വരെ കിട്ടും. ഇതിൽ 1999 രൂപ അടച്ചാൽ 2 ലക്ഷം മുതൽ 20 ലക്ഷം കിട്ടും. അപ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ തുടക്കത്തിലുള്ള 2 ലക്ഷം നമ്മൾ കൈ നടക്കേണ്ടി വരും. മറ്റേതങ്ങനെയല്ല, ഇവരും അതുപോലെ മാറണം. യു ഓൾസോ ചേഞ്ച് ലൈക്ക് ദാറ്റ്. കോമ്പറ്റീഷൻ ഇസ് ദെയർ. ദേ ആർ ഗിവിംഗ് 0 to 30 lakhs ഫോർ 10,000 rupees ആണ്. 10,000 രൂപ വർഷത്തിൽ നിങ്ങൾ അടച്ചാൽ ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും 2 കുഞ്ഞുങ്ങളും 4 പേർക്ക് ക്യാഷ്ലെസ് ഓപ്പറേഷൻ ട്രീറ്റ്മെന്റ് ആണ്. 30 ലക്ഷം രൂപ വരെയാണ് പറയുന്നത്. മാത്രമല്ല നോർമൽ ഡെത്തിന് സ്റ്റേറ്റ് ബാങ്ക് now giving 6 lakhs rupees only. They are paying 10 lakhs rupees. So you should also come to that terms. Please try to come as early as possible to that position. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാങ്ക് സെലക്ട് ചെയ്യാം, അതൊന്നും ഞാൻ പറയില്ല. പക്ഷേ ബെനിഫിറ്റ് കൂടുതൽ എവിടെയാണ് എന്ന് പരിശോധിക്കണം. കാരണം നമ്മളെല്ലാവരും വളരെ കെയർഫുൾ ആവണം. നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരു ബാധ്യത. നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന നിങ്ങളുടെ മക്കളെ നന്നായി പഠിപ്പിക്കാനാണ്, നിങ്ങളുടെ മക്കളെ ഉയരങ്ങളിൽ എത്തിക്കാനാണ്, നിങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമാക്കാനാണ് നിങ്ങൾ അധ്വാനിക്കുന്നത്. ആ അധ്വാനിക്കുന്നവർക്ക് ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കണം എന്ന് ഞാൻ സ്വപ്നം കണ്ട ആളാണ്. എനിക്ക് മുമ്പ് ഒരു നാളിലൊന്നും സ്വപ്നം കണ്ടില്ല. എൻ്റെ അച്ഛൻ ഒരു തൊഴിലാളി നേതാവായിരുന്നു. KSRTC ജീവനക്കാർക്ക് 31-ാം തീയതി ശമ്പളം കൊടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ KSRTC ഏറ്റവും വലിയ സംഘടനയായ ഡ്രൈവേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു അനേക വർഷം. അന്നാണ് KSRTC ജീവനക്കാർക്ക് 31-ാം തീയതി ശമ്പളം കൊടുത്തത്. അതിനുശേഷം വീണ്ടും മകൻ വന്നപ്പോഴാണ് 31-ാം തീയതി ശമ്പളം കൊടുത്തത്. അതിലെനിക്ക് അഭിമാനമുണ്ട്, ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ഞാൻ അത് കണ്ട് കശുവണ്ടി തൊഴിലാളിക്ക് വേണ്ടി സമരം ചെയ്ത് കൊല്ലത്തും കൊട്ടാരക്കരയിലും നിരാഹാരം കിടക്കുന്ന ബാലകൃഷ്ണപിള്ളയെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ എനിക്കുള്ള ആകാംക്ഷ, ഇപ്പം നമ്മൾ DA കുറിച്ച് പറയുന്നു. DA തന്നതിന് സന്തോഷം എന്നൊക്കെയാണ്. CITU എന്നെ പൊന്നാടി എണീച്ചപ്പോൾ ഒരാൾ എഴുതിയത്, ഇതൊക്കെ കണ്ടില്ലെന്നും വിചാരിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ കാണും, അതൊരു ഞരമ്പിൻ്റെ അസുഖമാണ്. DA തന്നതിന് നന്ദി. DA തരാൻ ഉള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടോ എന്ന് നിങ്ങൾ ഈ കണക്കും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഈ ചീഫ് ഓഫീസിൽ ഇരിക്കുന്നവർ നിങ്ങൾ പറയൂ. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതിനൊക്കെ പറ്റിയൊരു പരുവത്തിലാണോ? ശമ്പളം തന്നത് തന്നെ എന്ത് ബുദ്ധിമുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ ആ ശമ്പളം കൃത്യമായി കിട്ടി മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടും ജനങ്ങളുടെ സഹകരണം കൊണ്ടും ഇവിടെ വരുമാനം വർദ്ധിച്ചു. ജനസംഖ്യ വല്ലതും കൂടിയോ? കഴിഞ്ഞ ഒരു കൊല്ലത്തിനകത്തില്ലല്ലോ. കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ജനസംഖ്യയൊന്നും വർദ്ധിച്ചില്ല. കാറെടുത്ത് പോയിരുന്നവർ നമ്മുടെ വണ്ടികളും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ ജീവനക്കാരുടെ പെരുമാറ്റവും കണ്ടുകൊണ്ട് നമ്മളിലേക്ക് വന്നു. നല്ല വൃത്തിയുള്ള ബസ് സ്റ്റാൻഡുകൾ, വൃത്തിയുള്ള ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ, നല്ല ടോയ്ലറ്റുകൾ, ഇതെല്ലാം വന്നപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ, സ്ത്രീകളും കുടുംബാംഗങ്ങളും ഒരുമിച്ച് സുരക്ഷിതമായ എല്ലാ വണ്ടികളിലും ക്യാമറ, സുരക്ഷിതമായ സൗകര്യങ്ങൾ, മദ്യപിച്ച് വണ്ടി ഓടിക്കാത്ത ഡ്രൈവറും കണ്ടക്ടറും, ഇതെല്ലാം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇതിനെ വിശ്വസിക്കുകയും ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു. ഇപ്പം നാഷണൽ ഹൈവേ പൂർത്തിയാവുകയും പണി പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിലെ KSRTC ബസ്സുകൾക്ക് ഷാർപ്പ് ടൈമിന് ഓടാൻ പറ്റും, കൃത്യമായ സമയത്ത്. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ 86,000 കിലോമീറ്ററാണ് ഞാൻ നേരിട്ടിരുന്ന് വെട്ടിക്കളഞ്ഞത്, ഡെഡ് മൈലേജ് വെട്ടിക്കളഞ്ഞത്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു അതിൽ 85,000 കിലോമീറ്റർ നമ്മൾ പുനഃസ്ഥാപിച്ചു. ആ പുനഃസ്ഥാപിച്ചത് നമുക്ക് വലിയ നഷ്ടമുള്ളത് കംപ്ലീറ്റ് എടുത്തിട്ട് തിരിച്ച് 85,000 കിലോമീറ്റർ, 86-ൽ 1000 കിലോമീറ്റർ വെച്ച് 85,000 കിലോമീറ്റർ നമ്മൾ പുനഃസ്ഥാപിച്ചു. വേറെ പല വിധത്തിൽ ആദിവാസി മേഖലകളെ ബാധിച്ചില്ല, മലയോര മേഖലകളെ ബാധിച്ചില്ല, കുഞ്ഞുങ്ങളുടെ കൺസെഷനെയോ കുഞ്ഞുങ്ങളുടെ യാത്രകളെ ബാധിച്ചില്ല. ഇത് ബാധിക്കാതെയാണ് 80,000. വളരെ സമ്മർദ്ദം പ്രതിദിനക്കറിയാം, MDക്ക് അറിയാം, വളരെ സമ്മർദ്ദം ഞാൻ നേരിട്ടു. ചില MLA-മാരൊന്നും വല്ലാത്ത സമ്മർദ്ദം, MLA-മാരെ കൊണ്ടുള്ള ചെല്ലേ, MLA-മാരെ PA-മാരെ കൊണ്ടുള്ള ചെല്ലേ, ഇതെല്ലാം നേരിട്ടിട്ടും ഞാൻ പിടിച്ചു നിന്നത് കൊണ്ടാണ് ആ 86,000 കിലോമീറ്റർ വെട്ടി പകരം നമ്മൾ വേറെ 85,000 കിലോമീറ്റർ ഓടിച്ചു. അതിൻ്റെ നേട്ടമാണ് നമ്മൾ കാണുന്നത്. ഇനിയും നമ്മൾ കൊണ്ടുവന്ന ഈ ഷെഡ്യൂളിംഗ് സോഫ്റ്റ്വെയർ കൂടുതലായി വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ CMD സ്ക്വാഡ് ഒരു ദിവസം എൻ്റെ മനസ്സിൽ, കാരണം CMD ഇൻസ്പെക്ടർമാർ പരിശോധിക്കില്ല എന്ന് എല്ലാവർക്കും, ട്രേഡ് യൂണിയനുകൾക്ക് ഒരു പരാതിയുണ്ട്. പ്രൊമോഷൻ കൊടുക്കാം. സത്യം പറയട്ടെ, ഈ അടുത്ത മാസം 1000-കണക്കിന് ആളുകളാണ് പെൻഷൻ പറ്റാൻ പോകുന്നത്. അത് നിങ്ങളാരും പെൻഷൻ പ്രായം വർദ്ധിക്കാൻ ചോദിച്ചില്ല. പിന്നെ കൊടുത്താലൊരു കുഴപ്പമുണ്ട്. 22,000 തൊഴിലാളികൾ 2,700 പേര് ഒരു ജോലിയും ചെയ്യാതെ നടുവേനയാ, കാലുവേനയാ, വയറുവേനയാ എന്ന് പറഞ്ഞ് നടപ്പുണ്ട്. അവർ കൂടുതൽ കിട്ടും. ഏതാ എക്സ്റ്റൻഷൻ? ഒന്നുകിൽ അവർ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ജോലിക്ക് വരണം. ആർക്കും ജോലി ചെയ്യാൻ വയ്യ. വളരെ തന്ത്രപരമായി നടുവിന് വേനയാണ്. എന്നൊരു കാര്യം ഞാൻ ടിക്കറ്റ് ഞാൻ കാശി തരാം, വേണ്ട. ഇതൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, സഹിക്കുന്നില്ല കണ്ടിട്ട്. കാരണം കുറെ ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നു, രാവും പകലും ഓടി നടക്കുന്നു, റോഡിൽ നിർത്തുന്നവരെ വിളിച്ചു കയറ്റുന്നു, വണ്ടിക്കകത്തേക്ക് വെയിൽ കൊള്ളുന്നു, പൊടിയടിക്കുന്നു. ഇതൊരു വിഭാഗം ആളുകൾ, ഭൂരിപക്ഷം വരുന്ന ഒരു വലിയ വിഭാഗം. വേറെ കുറെ ആളുകൾ ചുമ്മാതിരിക്കാൻ വേണ്ടി നടുവേനയാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില അസുഖങ്ങളുണ്ട്. വയറ്റുവേനയാന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കുന്നു, നടുവേനയാന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല.
നടുവിന് വേന സാറേ എന്ന് പറയാം, എളുപ്പമുണ്ട്, എല്ലാവർക്കും നടുവേനയാണ്. PSC വഴി ജോലി കയറുമ്പോൾ അത്യാവശ്യമായി പ്രമോദ് ശങ്കർ ആദ്യം ചെയ്യേണ്ടത്, ഇനി PSC വഴി ആളെ എടുക്കുമ്പോൾ പോലീസിൽ എടുക്കുന്ന പോലെ ആരോഗ്യമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാവൂ. കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ബസ്സിൽ കയറിയോണ്ട് എനിക്ക് നടുവിൻ്റെ സ്ഥാനം മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നടക്കി. എന്നാൽ ശരി, ടിക്കറ്റ് ഇന്നലെ ഒരു ലേഡി എന്നെ സമീപിച്ചു. ഞാൻ പറഞ്ഞു ടിക്കറ്റ് ഞാൻ കാശി തരാം, അത് ഞാൻ MD യോട് പറയാം, അല്ലാതെ ഞാൻ പറയില്ല. അല്ല അത് വേണ്ട. പിന്നെ ഏതാണ് ജോലി? കണ്ടക്ടറായി ജോലി കയറിയ ഒരാളിന് വേറെ ഏതാണ് ഒരു ജോലി? ഇനി CMDയുടെ ഒഴിവ് മാത്രമേ ഉള്ളൂ, അത് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ടിക്കറ്റ് കാശി രാത്രി ടിക്കറ്റ് കാശി ജോലി ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കൂ, രാത്രിയല്ലേ വണ്ടിയെല്ലാം വരുന്നത്. ഈ വണ്ടികളെല്ലാം പുറപ്പെടുന്നത് രാത്രിയാണ് പോകുന്നത്. ടിക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട, നേരം വെളുക്കുമ്പോഴാണ് അവർ വരുന്നത് കൂടുതലും. ഒരു 8 മണി 9 മണി 10 മണി കഴിഞ്ഞാൽ പിന്നെ ഇല്ല, പിന്നെ വണ്ടികളെല്ലാം പോയി കഴിഞ്ഞു. ലോക്കൽ വണ്ടിയെല്ലാം പിന്നെ ദീർഘദൂര സർവീസ് എല്ലാം വൈകിട്ടേ പോകും. ശരിക്കും പറഞ്ഞാൽ രാവിലെ 10 മണി മുതൽ ഒരു 10-10:30 മണി കഴിഞ്ഞാൽ രാത്രി വരെയും നമ്മൾ വൈകിട്ട് വരെയും ശരിക്കും 4-5 മണി വരെയും ടിക്കറ്റ് ആൻഡ് ആൾ വേണ്ടതില്ല. പക്ഷേ രാത്രി ജോലി ചെയ്യാൻ വയ്യ, ലൈറ്റ് ഡ്യൂട്ടി വേണം. എന്തിന്? സെക്യൂരിറ്റി കൊടുത്തു. കേൾക്കൂ, ക്യാമറ വെച്ചിരിക്കാൻ, അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നായിരുന്നു. എന്നാൽ കാണുമ്പോൾ അവിടെ അടിപിടി നടക്കുകയാണ്, ഫോൺ എടുത്തൊന്ന് പോലീസിനെ വിളിക്കാൻ, അത് ചെയ്യില്ല. അവിടെയും വെറുതെ ഇരിക്കാൻ നോക്കുക. ദയവ് ചെയ്ത് വയ്യാത്തവർ പിരിഞ്ഞു പോയാൽ ആയിരക്കണക്കിന് ആളുകളെ PSC വഴിയായാലും KSRTCയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതെങ്കിലും ദൈവം ചെയ്തു തരിക എന്നുള്ളൂ. ആ ആനുകൂല്യം വാങ്ങിച്ച് അവർ പിരിഞ്ഞു പോയാൽ ആരോഗ്യമുള്ളവർ ജോലി ചെയ്യട്ടെ, അല്ല പുതിയ ചെറുപ്പക്കാർ കടന്നു വരട്ടെ, അവർക്ക് തൊഴിലവസരം കിട്ടട്ടെ. നമ്മൾ കയറി ഈ വഴി കിടക്കുകയും ചെയ്യും മാറുകയില്ല എന്നുള്ള ചിന്താഗതി ശരിയല്ല. നമ്മൾ മാറിക്കൊടുക്കും, ആനുകൂല്യങ്ങൾ ജോലിക്ക് വരാൻ പറ്റത്തില്ല, എന്നാൽ ബില്ല് മാറുമോ ശമ്പളം മാറുമോ? ഇല്ല. ലൈറ്റ് ഡ്യൂട്ടി വേണം. ഈ ലൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു ജോലിയും ഇല്ലാതെ ശമ്പളം പറ്റുമെങ്കിൽ വീട്ടിൽ കൊണ്ട് കൊടുക്കുക. നമ്മൾ പിന്നെ ക്യാൻസറിന്റെ കാർഡ് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന കണക്ക് വീട്ടിൽ കൊണ്ട് തന്നിട്ട് പോയാൽ ഏറ്റവും വൈകിട്ടാകുമ്പോൾ എടുത്ത് പൈസ എടുത്തുകൊണ്ട് വീട്ടിൽ ചെന്ന് ശമ്പളം കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ, നമ്മൾ ഈ പ്രായമുള്ള അമ്മമാർക്ക് ക്ഷേമ പെൻഷൻ വീട്ടിൽ കൊണ്ടുകൊടുത്ത് ഒപ്പിട്ട് വാങ്ങിക്കുമല്ലോ ബാങ്കുകാർ, അതുപോലെ ഒപ്പിട്ട് വാങ്ങിച്ചാൽ സന്തോഷം. വരാതിരിക്കണം. അതൊക്കെ ഇതിനെ നശിപ്പിക്കാനാണ്. ജോലി എന്നൊരു നല്ല വിഭാഗം. ഇപ്പൊ ഇൻസ്പെക്ടർമാർക്ക് ജോലിയില്ല, അവരെ CMD സ്ക്വാഡാക്കി മാറ്റി. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കൂ, റോഡിൽ ഇറങ്ങിയാൽ വണ്ടി കഴുകിയിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ കഴുകാനുള്ളൊരു ടെൻഡർ വിളിച്ചിരിക്കുകയാണ്, കോൺട്രാക്ട് കൊടുക്കാൻ തീരുമാനിച്ചു. വണ്ടി ഒന്ന് വൃത്തിയായിട്ടാണ് പോകണം. കണ്ടക്ടറും ഡ്രൈവറും വണ്ടി കയറുന്നതിന് മുമ്പ് വണ്ടി കഴുകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കണ്ടക്ടറും ഡ്രൈവറും ഇപ്പൊ തയ്യാറാകുന്നു. അവരെ ചെക്ക് ലിസ്റ്റ് പരിശോധിക്കുന്നു. അവരെന്നെ ഉത്തരവാദിത്തം കഴുകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ. അതുപോലെ ഇൻസ്പെക്ടർ കയറി കഴിഞ്ഞാൽ, പണ്ട് വണ്ടി മോഷണം ഉണ്ടെന്ന് മാത്രമല്ലേ നോക്കി, ഇപ്പൊ അങ്ങനെയല്ല. വണ്ടി കൈകാണിച്ചാൽ നിർത്തുന്നുണ്ടോ, യാത്രക്കാർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ, ഇതെല്ലാം CMD സ്ക്വാഡിലെ ഇൻസ്പെക്ടർമാർ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ അവർക്കൊരു അധികാരം വന്നു. മറ്റേ അധികാരം പോലും ഉണ്ടോ? കണ്ടക്ടർ കയറി അവിടുന്ന് കൊട്ടാരക്കരയിൽ നിന്ന് പോകുന്ന ആളിനെ എനിക്കറിയാം. കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂർ നിറച്ച് കല്യാണം കാണും. കല്യാണ മണ്ഡപങ്ങൾ കൂടുതലും പുനലൂരാണ്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് 2 ഇൻസ്പെക്ടർമാർ അങ്ങ് കയറി ബസ്സിൽ കയറി രണ്ടുപേരും അവർ വണ്ടി പരിശോധിക്കുന്നത്. രണ്ടുപേരുടെ ഒരു വണ്ടി പരിശോധിച്ച് അങ്ങ് പുനലൂരെത്തും. കല്യാണത്തിനൊക്കെ കയറി സദ്യയൊക്കെ കൊണ്ടതിന് ശേഷം രണ്ടുപേരുടെ വേറൊരു ബസ് പരിശോധിച്ച് ഇങ്ങോട്ട് വരും. ഒന്നും കണ്ടില്ല. ഒരു വർഷം ഇവിടെ കണ്ടെത്തിക്കൊണ്ടിരുന്ന 2200 ഒഫൻസ് ആയിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ നമ്മൾ കണ്ടെത്തിയതിൽ 21,000 ഒഫൻസാണ് കണ്ടെത്തിയത്. ഏതാ? CMD സ്ക്വാഡ് വന്നതിന് ശേഷം അതെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞു. അതുപോലെ നടപടിക്രമങ്ങൾ, നൂലാമാലകൾ, ഇതെല്ലാം നമ്മൾ കുറച്ചില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ആഴ്ച നിർത്താൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് KSRTC ടിക്കറ്റ് ആൻഡ് കാഷിൽ 3 രജിസ്റ്റർ എഴുതണം, ഒരേ കണക്ക്. ഒരു വണ്ടി വന്നു നിന്നാൽ അതിന്റെ കളക്ഷൻ ഒരു ബുക്കിൽ എഴുതണം, 2ാമത്തെ ബുക്കിൽ എഴുതണം, 3ാമത്തെ ബുക്കിൽ. ഈ ആഴ്ച കഴിഞ്ഞാൽ അത് ഉണ്ടാകാൻ പാടില്ലെന്ന് ഞാൻ CMD പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതുക. ഒരു കാരണവശാലും പറ്റില്ല. എല്ലാ നോട്ട് എണ്ണുന്ന മെഷീനും മാറ്റി പുതിയ നോട്ട് എണ്ണുന്ന മെഷീൻ വാങ്ങിക്കാൻ CMD നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. കാരണം നോട്ട് എണ്ണിക്കഴിഞ്ഞ് അത് തെറ്റിക്കഴിഞ്ഞാൽ കുത്തിയിരുന്ന് പിന്നെ എണ്ണണം. അതുകൊണ്ട് മെഷീൻ മുഴുവൻ മാറ്റി വാങ്ങാൻ ബാങ്കുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരത് കൊടുത്തിട്ട് വേറെ പുതിയ സാധനം വാങ്ങിക്കും. അവരങ്ങ് എടുക്കും, റിട്ടേൺ എടുത്തിട്ട് പുതിയ സാധനം കൊടുക്കും, ബാക്കി പൈസ കൂടെ കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യണം നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ആശുപത്രി നമ്മൾ സെറ്റ് ചെയ്യും. 5 ഡയാലിസിസ് മെഷീൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നമുക്ക് തരും. KSRTC ഒരു കാര്യം നിങ്ങൾ അറിയിക്കണം, KSRTCയുടെ ലൈബിലിറ്റി കുറയുകയാണ്. 174 കോടി രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 94 കോടിയിലേക്ക് KSRTC ഇന്ത്യൻ ഓയിലിന്റെ കടം തീർക്കുകയാണ്. ഞാൻ മന്ത്രിയായി വന്ന ദിവസം മുതൽ എന്നെ കണ്ടിട്ട് പിടികിട്ടാത്തതുകൊണ്ട് പലപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയും. മുഖ്യമന്ത്രി എന്നെ വിളിച്ച് ചോദിക്കുന്നത് എങ്ങനെയാണ് അത് കൊടുക്കാൻ എന്താ വഴി എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് സെറ്റിലായി എന്ന് പറയുന്നത് KSRTC ചരിത്രത്തിലെ ഏറ്റവും വലിയ കാര്യം. ഇത് 35-40 കൊല്ലമായി കെട്ടിക്കിടന്ന കടമാണ് ഈ 174 കോടി രൂപയായിട്ട് മാറിയത്. അത് 173 കോടി രൂപ പകരം 94 കോടിയായി മുതൽ മാത്രം അവർക്ക് കൊടുക്കും. അത് 30 ദിവസം കൊണ്ട് കൊടുത്തു തീർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 15 ദിവസം ക്രെഡിറ്റ് ഉണ്ട്. തമിഴ്നാട് സർക്കാരിന് കൊടുക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിൽ 2 ദിവസം ക്രെഡിറ്റാണ്. KSRTC 45 ദിവസം ക്രെഡിറ്റാണ് ചോദിച്ച് വാങ്ങിച്ചത്. എനിക്കാണ് നിങ്ങൾ പൂച്ചണ്ട് തരേണ്ടത്, ഞാനാണ് വഴക്കടിച്ച് വാങ്ങിച്ചത്. അതുപോലെ ഈ ഒരൊറ്റ പൈസ നമുക്ക് BPCL ഇഷ്ടംപോലെ പൈസ, ഇന്ത്യയിൽ കുറഞ്ഞ ഒറ്റ പൈസ നമുക്ക് CSR ഫണ്ട് തന്നിട്ടില്ല.
ഈ കിഴക്കക്കോട്ടയിൽ പണിഞ്ഞ ടോയ്ലറ്റ് അത് വരലി പണിഞ്ഞ അല്ല BPCL അതെ BPCL കിഴക്കക്കോട്ടയിൽ വലിയൊരു ടോയ്ലറ്റ് സമുച്ചയം പണിയാണ് നമ്മൾ 50 ലക്ഷം രൂപ അവർ തന്നിട്ടുണ്ട്. അതുപോലെ എറണാകുളം ബസ് സ്റ്റാൻഡിനെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി 1 കോടി രൂപ അവർ തന്നിട്ടുണ്ട്. ഇവരൊന്നും തന്നിട്ടില്ല. ഇവരെ ഇന്ന് വാങ്ങിക്കുന്ന ആദ്യമായിട്ടാണ്. ഈ ആശുപത്രിക്ക് ആവശ്യമായ സർവ്വ ഉപകരണങ്ങളും അവർ വാങ്ങിത്തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 5 ഡയാലിസിസ് മെഷീൻ അവർ തരും. മറ്റൊരു സ്വകാര്യ കമ്പനി, ഒരു ബാങ്കിങ് സ്ഥാപനം 5 ഡയാലിസിസ് മെഷീൻ ഓഫർ ചെയ്തിട്ടുണ്ട്. അതും റെഡിയായിട്ടുണ്ടോ? അല്ലേ, റെഡിയായിട്ടില്ലേ? തീരുമാനമായോ? ഞാനും വിളിച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ 10 ഡയാലിസിസ് മെഷീൻ ഉണ്ടാവും. മറ്റേ ടൈം നമ്മുടെ ഡോക്ടർ ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും, അതുകൂടാതെ ഫാർമസിസ്റ്റ് ഉണ്ടാവും, ഫാർമസി ഉണ്ടാവും, ലാബ് സൗകര്യങ്ങൾ അല്ലേ, ലാബ് സൗകര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്ററുമായി ചേർന്ന് നമുക്ക് കുറഞ്ഞ ചെലവിൽ എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്ന ലാബ്, കുറച്ചുകൂടി സ്ഥലം കൊടുത്താൽ അവർ ഒരു സ്കാനിങ് സെന്റർ കൂടി സ്ഥാപിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവനക്കാർക്ക് വളരെ കുറച്ച് ഇതെല്ലാം ചെയ്യാൻ കഴിയും. അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇത് ഞാൻ ബാധകമാക്കും. അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇതേ ആനുകൂല്യങ്ങൾ ഈ നമ്മുടെ ആശുപത്രിയിൽ ചികിത്സിക്കുമ്പോൾ അച്ഛനമ്മമാർക്കും മക്കൾക്കും എല്ലാം ഉണ്ടാവും. മാത്രമല്ല, നിങ്ങൾ വാങ്ങുന്ന മരുന്നിന് നിങ്ങൾക്ക് മാത്രമല്ല, അവിടെ വിൽക്കുന്ന മരുന്നിന് സാധാരണക്കാർ ചുറ്റുപാടും താമസിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വിൽക്കുന്ന എല്ലാ മരുന്നിനും 10 മുതൽ 15% കടയിൽ കിട്ടുന്നതിനേക്കാൾ വളരെ വില കുറച്ച് മരുന്ന് കൊടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതും വരും. നേരിട്ട് തന്നെയാണ് ഇത് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ KSRTCയുടെ വളർച്ചയിൽ കേരളത്തിലെ ജനങ്ങൾ സന്തോഷിക്കുമ്പോൾ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഈ സ്ഥാപനം കൊണ്ട് വല്ല പ്രയോജനമാണ്. നമ്മൾ അഭിമാനത്തോടെ പറയട്ടെ, നമ്മളെ ക്യാൻസർ കാർഡ് ദിവസങ്ങൾ കൊണ്ട് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കാൻ, ഹാപ്പി ലോങ് ലൈഫ് എന്ന പേരിൽ, ക്യാൻസർ എന്ന് പറയാതെ ഹാപ്പി ലോങ് ലൈഫ് എന്ന കാർഡ് വീട്ടിലെത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ഏറ്റവും വലിയ അഭിമാനമാണ്. ഒരു മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ അത് എത്തിച്ചു കൊടുത്തു. രണ്ടാമത് ഇന്ന് നിയമസഭ തുടങ്ങുമ്പോൾ അഭിമാനത്തോടെ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാം. പറഞ്ഞ കാര്യം പറഞ്ഞതുപോലെ ചെയ്യാൻ KSRTC കഴിഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഏത് കാർഡാണ് ഓഫീസിൽ വരാതെയും ക്യൂ നിൽക്കാതെയും തള്ളാതെയും ഫ്രീ ആയിട്ട് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത്? നമ്മളെ ജീവനക്കാരാണ് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ. ഞാൻ ഒറ്റ പറച്ചിലാണ്, നിങ്ങൾ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഒന്ന് കൊടുത്തിട്ട് പോണേന്ന് പറഞ്ഞു. എല്ലാ സ്ഥലങ്ങളും നമ്മുടെ ജീവനക്കാർ തന്നെയാണ് ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഈ പോകുന്ന ആളിന്റെ അഡ്രസ്സ് കണ്ടെത്തി അവരെ വീട്ടിൽ കൊണ്ടു കൈപ്പറ്റി രസീത് ഒപ്പിട്ട് വാങ്ങി വാങ്ങിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ ജീവനക്കാരാണ്. ഇതൊക്കെ KSRTCക്ക് മാത്രം കഴിയുന്ന ഒരു ശക്തിയാണ്. ശബരിമലയിലെ ഓപ്പറേഷൻ അഭിമാനത്തോടെ പറയട്ടെ, ശബരിമലയിൽ ഗംഭീരമായ അഭിനന്ദനം അർഹിക്കുന്ന ഓപ്പറേഷനാണ് ഇത്തവണ ശബരിമലയിൽ നമ്മൾ നടത്തിയത്. ഒരു ദിവസം 1 മണിക്കൂറിൽ 60 മിനിറ്റിനുള്ളിൽ 100 ബസ്സുകൾ അല്ലേ? 60 മിനിറ്റിൽ KSRTC ഓപ്പറേറ്റ് ചെയ്തത് 100 ബസ്സാണ്. 60 മിനിറ്റ് 1 മണിക്കൂറിൽ 100 ബസ് വെച്ചാണ് ഓപ്പറേറ്റ് ചെയ്തത്. ഒരു പരാതി ഉണ്ടായില്ല, തിക്കുണ്ടായില്ല, തിരക്കുണ്ടായില്ല. ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്യൂ അവിടെ പമ്പയിൽ സെറ്റ് ചെയ്തു. മലയിൽ നിന്ന് ഇറങ്ങി വരുന്നവർ നേരെ നമ്മുടെ ബസ്സിന്റെ വാതിലിലേക്കാണ് കയറുന്നത്. ശബരിമല നമ്മുടെ 850 ബസ്സുകൾ മകരവിളക്കിൽ നമ്മൾ അവിടെ എത്തിച്ചു. 100 ബസ്സുകൾ പത്തനംതിട്ടയിൽ നമ്മൾ സൂക്ഷിച്ചു. 950 ബസ്സുകളാണ് ചരിത്രത്തിൽ ആദ്യമായി KSRTC ശബരിമല മകരവിളക്ക് ഓപ്പറേഷന് വേണ്ടി തയ്യാറാക്കിയത്. KSRTC ജീവനക്കാരത്തിൽ ഞാൻ പറയുന്നത്, ഇന്ത്യൻ ആർമി കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ ഫോഴ്സ് എന്ന് പറയുന്ന KSRTC ജീവനക്കാർ. നമ്മളെന്തും ചെയ്യും, നമ്മുടെ വർക്കുകളെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ വർക്ക്ഷോപ്പുകൾ നവീകരിക്കപ്പെട്ടു, നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ വിജയിച്ചു. നമ്മുടെ ഇനി കൊറിയർ സർവീസ് മാത്രമേ കറക്റ്റ് ചെയ്യാനുള്ളൂ, അതും കറക്റ്റ് ചെയ്യും. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഇതിന്റെ നിലനിൽപ്പ്, ഞാൻ ഇതിന്റെ മന്ത്രിയാണ്. ഏപ്രിൽ മാസത്തോടെ ഇലക്ഷൻ വരും. പിന്നെ ആരാണ് മന്ത്രി എന്ന് പറയാൻ ദൈവം നമ്പരാന് മാത്രമേ പറ്റൂ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തുടങ്ങി വെച്ച പരിഷ്കാരങ്ങൾ ആര് തന്നെ മന്ത്രിയായിട്ട് വന്നാലും, ആര് തന്നെ MD ആയിട്ട് വന്നാലും വ്യതിചലിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നത്. അവിടെയാണ് ട്രേഡ് യൂണിയന്റെ ശക്തി എന്ന് പറയുന്നത്. നാളെ രാഷ്ട്രീയം പറയരുത്. ഒരുമിച്ച് നിങ്ങൾ ട്രേഡ് യൂണിയൻ ഒന്നും വേണ്ട, നിങ്ങൾ ഒരുമിച്ച് പറയണം, ഞങ്ങൾ തുടങ്ങി വെച്ച ഈ പദ്ധതിയുമായി ഇതുപോലെ മുന്നോട്ട് പോയാൽ ഇത് കരകയറും, നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കാൻ പറ്റും, എല്ലാ സൗകര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് ഇതിൽ നിന്ന് വ്യതിചലിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. പൂജ്യം മുതൽ 5 ലക്ഷം രൂപ വരെ. 0 മുതൽ 5 ലക്ഷം വരെ 2500 അടച്ചാൽ മതി. ഇവരുടെ പദ്ധതി 5977 അടച്ച 2 ചൈൽഡിന് 2 അഡീഷണൽ കിട്ടും. അതിൻ്റെ കൂടെ 2959 രൂപ അടച്ച 50 ലക്ഷം രൂപ വരെ കിട്ടും. 0 മുതൽ 50 ലക്ഷം രൂപ വരെ ഒരു 8000 രൂപ അടച്ചു. ഇവര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഇത് 2500, ഇത് 5975 രൂപ അടച്ചാൽ 0 മുതൽ 5 ലക്ഷം രൂപ വരെ 2 അഡൽറ്റിനും 2 ചൈൽഡിനും ചികിത്സാ സഹായം ലഭിക്കും എന്നാണ് പറയുന്നത്. അതിനുകൂടി 2500 രൂപ അടച്ചാൽ 0 മുതൽ അതും കൂടി 2 കൂടെ ചേരുമ്പോൾ 2 കൂടി ചേർന്നാൽ അപ്പോൾ 7000 രൂപ വരും അല്ലേ? 8000 രൂപ താഴെ വരത്തുള്ളൂ. 50 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം 4 പേർക്ക് തരാമെന്നാണ് പറയുന്നത്. സംഗതി പറഞ്ഞപ്പോൾ നടന്നുണ്ട്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് മാത്രം ഓർത്താൽ മതി. കരയുന്ന കുഞ്ഞിന് പാലുണ്ട്,
ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കുടുംബത്തിന് സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. അതുപോലെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി, പിൽഗ്രിം ടൂറിസം BTC ആരംഭിച്ചു. അത് ആരംഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഗുരുവായൂർ ദേവസ്വം ആയിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അവരുടെ ഡയറക്ട് ബോർഡ് കൂടി തീരുമാനമെടുത്തിരിക്കുന്നത്, അവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്നെ അറിയിച്ചിരിക്കുകയാണ്, KSRTCയുടെ BTCയിൽ ഗുരുവായൂർ എത്തുന്നവർക്ക് തങ്ങാനുള്ള പ്രത്യേക ഡോർമെറ്ററിയും ബാത്റൂം സൗകര്യങ്ങളും എല്ലാം അവിടെ കൊടുക്കും. അതുകൂടാതെ BTCയിൽ എത്തുന്ന യാത്രക്കാർക്ക് പ്രത്യേക ഒരു കൂലി അമ്പലത്തിനുള്ളിൽ കയറി ഭഗവാനെ തൊഴാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എന്ന് ഡയറക്ടർ ബോർഡ്, അവിടുത്തെ ബോർഡ് യോഗം ഭരണസമിതി തീരുമാനമെടുത്ത് അഡ്മിനിസ്ട്രേറ്റർ ഇന്നലെ എന്നെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി അതിൽ ഇടപെട്ടിരുന്നു. ശബരിമലയിൽ നമുക്ക് കിട്ടി. ശബരിമലയിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ആൾക്കാർ BTC വഴി ചെല്ലുന്നവരെ കയറ്റാൻ ഒരുങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോയി തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നമുക്ക് നമ്മുടെ വക്കീലന്മാർക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ പല സമയത്താണെങ്കിലും നമ്മുടെ BTCയിൽ ബുക്ക് ചെയ്ത എല്ലാവർക്കും ഒരുമിച്ച് എൻട്രി ചെയ്യാനുള്ള അനുവാദം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നു എന്നതും സന്തോഷമുള്ള കാര്യമാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ മാത്രമല്ല, എല്ലാ ദേവാലയങ്ങളിലേക്കും ഇത്തരത്തിൽ പോകുന്ന പിൽഗ്രിം ടൂറിസത്തിന് പ്രത്യേക പരിഗണന നൽകണം എന്ന് ക്ഷേത്ര ഭാരവാഹികളും പറഞ്ഞിട്ടുണ്ട്. എന്നാലും തിരക്ക് ഏറ്റവും കൂടുതൽ ശബരിമലയിലും ഗുരുവായൂരുമാണ്. അവിടെയാണ് ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വരുന്നത്. നമ്മുടെ വണ്ടിയിൽ പോകുന്നവർക്ക് BTCയിൽ പോകണം, അല്ലാതെ അങ്ങോട്ട് ചെന്ന് ചാവക്കാട് നിന്ന് വണ്ടി കയറിയേ പറ്റത്തില്ല. പിന്നെ ചാവക്കാട് നിന്നിട്ട് ഈ വണ്ടി കയറി അപ്പുറത്ത് ഇറങ്ങുമ്പോൾ കിട്ടും എന്ന് വിചാരിക്കരുത്. നമ്മളെ BTC ഓപ്പറേറ്റ് ചെയ്യുന്ന കോർഡിനേറ്റർ അമ്പലത്തിലെ ഒരു കോർഡിനേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷം അമ്പലത്തിലെ തന്നെ ഡോർമെറ്ററിയും ബാത്റൂമും സൗകര്യങ്ങളും ഞങ്ങൾ കുടുംബശ്രീക്ക് കൊടുക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ അമ്പലം തന്നെ അത് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ ചെന്ന് തങ്ങിയതിനു ശേഷം ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് റെഡിയായി ക്ഷേത്രത്തിൽ പോകാനും അവിടെ ഒരുമിച്ച് ചെല്ലുമ്പോൾ BTC കോർഡിനേറ്ററുടെ നേതൃത്വത്തിൽ അവർക്ക് അവിടെ പ്രവേശനം, പ്രത്യേക ഒരു പാതയിലൂടെ പ്രവേശനം ചെയ്ത് ഭഗവാനെ തൊഴുതു വരാനുള്ള ക്യൂ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതൊരു സന്തോഷ വാർത്തയാണ്. ഞാൻ അറിയാം നമ്മുടെ BTC വളരുകയാണ്. ഇനി തമിഴ്നാട്ടിലേക്ക് നമ്മൾ പതുക്കെ കടക്കുകയാണ്. BTCയുമായി തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ്. ഉടൻ തന്നെ ഈ തമിഴ്നാടുകളുടെ എഗ്രിമെന്റിൽ കൊട്ടാരക്കരയിൽ നിന്ന് പിന്നെ നമ്മൾ ആറ്റാങ്കരയിലേക്കും നാഗൂരേക്കും വണ്ടി ഓടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നാഗൂര് ദേവാലയങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യം എന്ന നിലയിൽ നമ്മൾ വണ്ടി ഓടിക്കും. വേളാങ്കണ്ണിക്ക് വണ്ടി ഓടിക്കും. ഈ ഡെയിലി വണ്ടികൾ പലതും നഷ്ടമായിട്ട് BTC പോലെ ആഴ്ചയിൽ ഒരിക്കൽ വണ്ടി ഓടിക്കുന്ന സംവിധാനങ്ങൾ അവധി ദിവസങ്ങൾ കണക്കാക്കി അവിടെ ഇപ്പം നാഗൂരും ആറ്റാങ്കരയൊക്കെ വ്യാഴാഴ്ച പോയി വെള്ളിയാഴ്ച അവിടെ എത്തത്തക്ക രീതിയിലുള്ള യാത്രകൾക്ക് വലിയ തിരക്കുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ മാത്രം നമ്മൾ ഇപ്പോൾ നിന്ന് വണ്ടി ഓടിക്കും. അങ്ങനെ ഒരു സംവിധാനമാണ്. പരമാവധി വണ്ടികൾ എയർ കണ്ടീഷൻ ആക്കും. എയർ കണ്ടീഷൻ വണ്ടികളുടെ ഡിമാൻഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എല്ലാവരും സംശയിച്ചു. എയർ കണ്ടീഷൻ വണ്ടി മതി, എല്ലാവർക്കും അത് മതി. അതുകൊണ്ട് പരമാവധി വണ്ടികൾ ഇനി എയർ കണ്ടീഷൻ ആക്കി മാറ്റും. ഞാൻ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ കുടുംബത്തിന്, പ്രിയപ്പെട്ട നമ്മുടെ സുജാതന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി ഷീജയ്ക്കും സുഗതന്റെ കുടുംബത്തിന് ഭാര്യ ഷീജ, അതുപോലെ ആര്യ മകൾ ആദിത്യൻ മകൻ, ഇവർക്ക് 3 പേർക്കും ജീവിതത്തിൽ എല്ലാ സമാധാനവും സന്തോഷവും അവർക്ക് ഇനി ഒരു ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, അധികം ആരും തന്നെ മരിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു നല്ല കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും പറ്റിപ്പോയി. അത് മനുഷ്യൻ ജനിച്ചാൽ മരണം അവൻ്റെ കൂടെയുള്ളതാണ്. നമ്മളെ ജനിക്കുന്ന നിമിഷം മുതൽ കൂടെ നടക്കുന്ന ഒരാൾ മരണം മാത്രമേ ഉള്ളൂ. അത് ആർക്കും തന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിന് എന്ത് സയൻസിനും അത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർ അനാഥരാകരുത്, വഴിയാധാരമാകരുതെന്ന ചിന്തയാണ്. നമ്മൾ KSRTC നന്നായിട്ട് ജോലി ചെയ്ത് പെൻഷൻ പറ്റിയാലും ഒറ്റയടിക്ക് മരിക്കുന്നത് നോർമൽ ഡെത്ത് ആണെങ്കിൽ 6 ലക്ഷം രൂപ കിട്ടൂല. അപ്പോൾ അത് തന്നെ ഇപ്പം SBIയോട് ഞാൻ പറഞ്ഞു അതൊരു 10 ലക്ഷം രൂപയാക്കി തരണം എന്നാണ്. ആദ്യം ഞങ്ങൾ 10 ലക്ഷം രൂപ എന്ന ചർച്ച തുടങ്ങിയത്. യൂണിയൻ ബാങ്ക് 10 തരുന്ന സ്ഥിതിക്ക് അവരും തരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടി 10 lakhs give us 10 lakhs rupees for normal death. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ KSRTC ആനുകൂല്യം കണക്കൂട്ടി വാങ്ങിക്കാനൊക്കെ ഒരുപാട് കാലമെടുക്കും. അതിനേക്കാളും നല്ല ഇത് ഉടനെ പെട്ടെന്ന് കൈ കിട്ടും, ആ കുടുംബത്തിൽ ആശ്വാസമാകും. അത് സ്റ്റേറ്റ് ബാങ്ക് തരും എന്ന പ്രതീക്ഷയോടെ ഇനി ആ ഡിലേ, ഇപ്രാവശ്യം ഉണ്ടായ പ്രോസസ്സിംഗ് ഡിലേ ഉണ്ട്. ആ ട്രാക്ക് ഒന്ന് മേക്ക് ഇറ്റ് ഫാസ്റ്റ് to process everything, all the files, and the procedure is very complicated. Now, please change everything and make it fast for us. Thank you for your cooperation. ഒരു ഒത്തിരി സന്തോഷത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ, ആരോഗ്യവും ആയുസ്സും എല്ലാം ദൈവം തരട്ടെ. ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ദയവ് ചെയ്ത് എല്ലാവരെയും, യൂണിയൻ നേതാക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, നിർബന്ധിച്ച് ചേർക്കണം. നമ്മൾ എന്ത് വന്നാലും 10,000 രൂപ അല്ലെങ്കിൽ 8,500 രൂപ ഒരു വർഷം നിർബന്ധിച്ച് ചേർക്കണം. അത് നിങ്ങൾ യൂണിയൻ പ്രവർത്തകരോട് ഞാൻ പറയുകയാണ്, ഈ പിന്നെ ലേഖനങ്ങളൊക്കെ നമുക്ക് പിന്നെ എഴുതാം.
മറ്റുള്ളവനെ ലേഖനം എഴുതി ചീത്ത വിളിക്കുന്നത് നമുക്ക് ഒരുപാട് സമയമുണ്ട് എഴുതാൻ. തൽക്കാലം ബലം പ്രയോഗിച്ചാലും ജീവനക്കാരൻ മുഴുവൻ ഈ ചേർക്കുക. നമുക്ക് കുറ്റം പറയാനും ചീത്ത വിളിക്കാനും കൊഞ്ഞനം കുത്താനും ഏത് അലവലാതിക്കും പറ്റും. പക്ഷേ സ്നേഹത്തോടെ ജീവനക്കാരെ ഇതിന്റെ ഭാഗമാക്കി മാറ്റുക. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇൻഷുറൻസിലേക്ക് പരമാവധി ആളുകളെ, ട്രേഡ് യൂണിയൻ നേതാക്കളോട് എല്ലാവരും ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്, എന്നെ കാണുന്ന എല്ലാവരും നിങ്ങളൊന്ന് പ്രചരിപ്പിക്കൂ, മാക്സിമം ആളെ നിർബന്ധിച്ച് ചേർക്കൂ. അതിനുവേണ്ടി ശ്രമിക്കണം. അതാണ് ഒരു ട്രേഡ് യൂണിയന് ഇന്ന് KSRTC ജീവനക്കാരോട് ചെയ്യാനുള്ളത്. സമരം ചെയ്യിക്കാൻ ആർക്കും പറ്റും, വേണമെങ്കിൽ നാളെ സമരം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാം. പക്ഷേ ഇനിയും വലിയ ആളെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ ശമ്പളം കളഞ്ഞൊന്നും നമ്മൾ സമരത്തിന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാശനഷ്ടങ്ങൾ വരുത്തിയവർ പലരും വെളിയിലും പോയി. 8 വണ്ടികൾ നശിപ്പിച്ച ആളുകൾ പുറത്തു പോയി. അവരെ തിരിച്ചെടുക്കണം എന്നുള്ള ആവശ്യമൊന്നും ഞാനിരിക്കുമ്പോൾ അംഗീകരിക്കില്ല എന്ന് തുറന്നെന്ന് പറയണം. അത് നടക്കില്ല, ആ പണിയൊന്നും നടക്കത്തില്ല. അത് വണ്ടി നശിപ്പിക്കുക, KSRTC നമ്മളിരിക്കുന്ന കൊമ്പ് മുറിക്കുകയും നമ്മൾ മലനിടത്ത് തുപ്പുകയും ചെയ്യുന്ന ആളുകളായി മാറരുത്. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളും എന്നോട് നന്നായി സഹകരിക്കുന്നുണ്ട്. അവരോട് എനിക്ക് വളരെ ഇഷ്ടമാണ്, സ്നേഹമാണ്. നമ്മൾ ഈ വിമർശനങ്ങളൊക്കെ നമുക്ക് തിരഞ്ഞെടുപ്പെടുത്തുകൊണ്ടായിരിക്കാം, ആരും വായിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് ഇനി കുറച്ചുകൂടി അറിയാം എന്താണ് ഈ സംഭവം. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി പോപ്പുലർ ആവും. മറ്റേ എഴുതിയ സാധനം ആരും വായിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ എഴുതിയത് ആരെന്നുള്ള കാര്യവും ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കും. ആനവണ്ടി.com ഒക്കെ അവസാനിച്ചു എന്ന് മുമ്പുള്ള ആളുകൾ മനസ്സിലാക്കിയാൽ നല്ലത്. ഇപ്പം എല്ലാം സാധാരണ മാധ്യമങ്ങളേ ഉള്ളൂ. അവർ നൽകുന്ന പ്രചരണങ്ങളും കാര്യങ്ങളുമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ, അത് ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും പത്രമാധ്യമങ്ങളാണെങ്കിലും അതുപോലെ സോഷ്യൽ മീഡിയ ആണെങ്കിലും നമുക്ക് നൽകുന്ന പ്രോത്സാഹനത്തിന്, KSRTCയുടെ വളർച്ചയിൽ അവർ ഒത്തുചേർന്ന് സന്തോഷിക്കുന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അവരോട് ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനി അടുത്ത ദിവസങ്ങളിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വലിയ ആനുകൂല്യങ്ങൾ, പഴയ വണ്ടികൾ പുതുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയ സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തുക കേരള സർക്കാർ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവും ഇറങ്ങിയിട്ടുള്ള സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. പലരും സംശയിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുന്നത്. വലിയ തുകയാണ്. പഴയ വണ്ടികൾ പുതുക്കി രജിസ്റ്റർ ചെയ്യാൻ വലിയ തുകയാണ് കേന്ദ്രം ഏർപ്പെടുത്തിയത്. അതിനെ വളരെ കാര്യമായി വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. കുടുംബത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോടും ഇതിനോട് സഹകരിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സർവീസിലേക്ക് അപകടമരണത്തിൽപ്പെട്ട സുരതന്റെ ഭാര്യ ശ്രീമതി ഷീജ, മക്കളായ ആദിത്യൻ, ആര്യ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. KSRTC SBയും സംയുക്തമായി ഏർപ്പെടുത്തിയിട്ടുള്ള 1 കോടി രൂപയുടെ ഇൻഷുറൻസ് വിതരണത്തിനായി ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി, SPT ഓഫീഷ്യൽസിനെയും KSRTC എല്ലാവരെയും സാദരം ക്ഷണിച്ചോളൂ. എല്ലാവരും എഴുതിക്കുന്നു. ധന്യമായ നിമിഷം കൈയടിച്ച് ക്യാമറയ്ക്ക് തടസ്സമാവും. സഹകരിക്കുക. ഇന്ന് ഈ സാഹചര്യത്തിൽ KSRTCയുടെ ഒരു ചരിത്ര നിമിഷങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ച ആ സ്വപ്നതുല്യമായ പദ്ധതിക്ക് പോവാതെ പോയി ജോലിയിലേക്ക് ബന്ധപ്പെട്ട സുരതര കുടുംബാംഗങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി നൽകിയിരിക്കുകയാണ്. ഒരു രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും നിങ്ങളത് ദുരുപയോഗം ചെയ്യാതെ ഒരു ജീവൻ വിലയായിട്ട് KSRTC നൽകിയ ഈ തുക